നമുക്ക് എങ്ങോട്ടേക്കാണ് രാജ്യ തലസ്ഥാനത്തേക്ക് പോവാല്ലേ? അവിടെ ആരാണ് ഇന്ന് തയ്യാറ്? ഇന്ന് ആദർശ് ഉണ്ട്. ഈ കർണാടകയിലെ നാടകം ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ കർണാടകയിൽ ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആദർശ് തുളസീധരൻ പറഞ്ഞു തരും. കർണാടകയിലെ സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറും ഡൽഹിയിൽ. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് എന്നുള്ളതാണ്. TS ആദർശിലേക്ക് പോകാം. ആദർശ്, ഈ സിദ്ധരാമയ്യ ഈ എന്താണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, അതായത് വലിയ സമ്മർദ്ദമായിരുന്നു, രാജിവെക്കണം. അത് ഒരുപക്ഷെ പിണക്കമായിരിക്കാം അല്ലെ? കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അപ്പോൾ സിദ്ധരാമയ്യ പിണക്കത്തിലാണോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദർശിനോട് ചോദിക്കാനുള്ളത്. ഇനി എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ കർണാടകയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം പറയാം. കാരണം ഈ കർണാടകയുടെ അതേ പോക്കിലാണ് കേരളത്തിലെ കോൺഗ്രസും പോകുന്നത്. കസേരയ്ക്ക് വേണ്ടി അടി, തമ്മിൽ തല്ല്, ഒരു ഒത്തൊരുമയും ഇല്ലാത്തൊരു സർക്കാരും അല്ലെങ്കിൽ ഒരു തരത്തിലൊരു ഒത്തൊരുമയും ഇല്ലാത്തൊരു പാർട്ടിയാണ് കർണാടക കോൺഗ്രസിലുള്ളത്. കേരളത്തിലും സമാന അവസ്ഥയാണ്. ഈ കർണാടക അവർക്ക് മുന്നിലുള്ളൊരു പാഠപുസ്തകമാണ്. രാഖി, എന്തായാലും നമുക്ക് ആദർശ് തുളസീധരനുണ്ട്. രാഖി തന്നെ ചോദിച്ചോളൂ, എന്താണ് സംശയം? ആദർശ്, ഇന്നെന്തായാലും രണ്ടുപേരും ഉണ്ട് ഡൽഹിയിൽ. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? സിദ്ധരാമയ്യ വലിയ പിടിവാശിയിലാണല്ലോ. രാഖി, അശ്വതി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ, അത് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സിദ്ധരാമയ്യയുമായും ഒപ്പം തന്നെ DK ശിവകുമാറുമായും ഒക്കെ ചർച്ച നടത്തുകയും പ്രശ്നപരിഹാരത്തിനുള്ള ഹൈക്കമാൻഡിൻ്റെ ഫോർമുല ഇരു നേതാക്കളെയും അറിയിക്കുകയും ചെയ്തു. സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുന്നു, DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. ആ തരത്തിലുള്ള ഒരു ഫോർമുല ഹൈക്കമാൻഡ് തയ്യാറാക്കി സിദ്ധരാമയ്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകളോട് സിദ്ധരാമയ്യ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല, രാജ്യസഭാ അംഗം ആകുന്നതിന് സിദ്ധരാമയ്യയ്ക്ക് താല്പര്യമില്ല എന്നിങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുന്നതിനും സിദ്ധരാമയ്യ തയ്യാറായില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ ഈ ഫോർമുല തള്ളിക്കളഞ്ഞോ എന്നുള്ള ചോദ്യത്തോട് പ്രതികരിക്കുന്നതിന് സിദ്ധരാമയ്യ തയ്യാറായില്ല. അതേസമയം DK ശിവകുമാറാകട്ടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് പച്ചക്കൊടി കാട്ടുന്ന പക്ഷം നിയമസഭാ കക്ഷി നേതാവായി താൻ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് DK ശിവകുമാർ കരുതുന്നത്. കർണാടക കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ഒരുപക്ഷെ ഇന്ന് തന്നെ ബംഗളൂരുവിൽ ചേരുന്നതിനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഡൽഹിയിലെത്തിയ ഇരു നേതാക്കളും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ച നടത്തും. ഈ ചർച്ചയിൽ നേരത്തെ തന്നെ ചില ആവശ്യങ്ങൾ അത് സിദ്ധരാമയ്യ മുന്നോട്ട് വച്ചിരുന്നു. താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന പക്ഷം തൻ്റെ കൂടെ നിൽക്കുന്നവർ സംരക്ഷിക്കപ്പെടണമെന്നൊരു ആഗ്രഹം സിദ്ധരാമയ്യക്കുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ മകനെ അടക്കം പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചു എന്ന ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ ഇതിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ സിദ്ധരാമയ്യ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്നാൽ തനിക്കൊപ്പമുള്ളവരെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ള ഒരു നിലപാട് സിദ്ധരാമയ്യ സ്വീകരിക്കുന്നത് പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിൽ DK ശിവകുമാറിന് മുന്നിൽ വലിയ ഒരു വെല്ലുവിളിയായി മാറുന്നതിനാണ് സാധ്യത. കാരണം സിദ്ധരാമയ്യ പക്ഷക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിനോട് DK ശിവകുമാറിന് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരു നേതാക്കളും ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയിരിക്കുന്നത്. സിദ്ധരാമയ്യ DK ശിവകുമാറും ഒന്നിച്ച് കർണാടക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരുവരുടെയും അഭിപ്രായ ഭിന്നത വലിയ ഒരു തിരിച്ചടിയായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സിദ്ധരാമയ്യയെ ഡൽഹിയിലേക്ക് മാറ്റുന്നതിനും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സിദ്ധരാമയ്യയുമായും ഒപ്പം DK ശിവകുമാറുമായും നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അത് നേടിയെടുക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമായിരിക്കും. അതിനായി തന്നെ പിന്തുണച്ച MLA-മാരെ സംരക്ഷിക്കണം, അതിൽ പലർക്കും മന്ത്രിസ്ഥാനം നൽകണം എന്നതൊക്കെ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ കർണാടകയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത്. രാഖി, അശ്വതി. ശരി, അത് എന്തായാലും സിദ്ധരാമയ്യയും DK ശിവകുമാറും ഇന്ന് ഡൽഹിയിലുണ്ട്. ഇന്ന് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാരണം കർണാടക രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് എത്ര കലങ്ങി മറിഞ്ഞാലും ഈ തെളിയില്ല. അതാണ്.